പിന്നെയോ നമ്പരാണ് ചോദിക്കുന്നത്. എല്ലാത്തിനും നമ്മുടെ നമ്പർ വേണം. വേദപുസ്തകത്തിൽ 666 എന്ന സംഖ്യ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയും. ഇപ്പോൾ നമ്മുടെ പഞ്ചിങ് എന്നൊരു സംവിധാനമുണ്ട്. ആ പഞ്ചിങ് എന്ന സംവിധാനത്തിൽ നമ്മുടെ ഈ തള്ളവിരലോ ചൂണ്ടുവിരലോ ഏതെങ്കിലും അമർത്തിയാണ് നമ്മെക്കുറിച്ചുള്ള മുഴുവൻ രേഖകൾ സർക്കാരിനോ ബന്ധപ്പെട്ട കമ്പനിക്കോ ലഭിക്കും. മൊബൈൽ ഫോൺ, നമ്മൾ പുതിയൊരു ഫോൺ 4Gയോ 5Gയോ ഒക്കെ വാങ്ങിച്ചാൽ അതിലും നിങ്ങളുടെ കൈവെള്ളം അമർത്തണം. ആരാണ് ആ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ചിപ്പുകൾ, ആ വാക്ക് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ ശരീരത്തിൽ ഘടിപ്പിച്ച് വെച്ചുകൊണ്ട് നടന്നാൽ ഏത് സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നു എന്നും അറിയാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ആരോട് ചോദിക്കണം. നമ്മുടെ മൊബൈൽ ഫോണിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്താൽ ആ സ്ഥലം അടിച്ചു കൊടുത്താൽ നമ്മെ കൊണ്ടുവന്ന് അവിടെ എത്തിക്കും. യന്ത്ര മനുഷ്യൻ കാര്യങ്ങളെ നിയന്ത്രിക്കുമെന്ന്, അതാണ് മൃഗമനുഷ്യൻ. നമ്മളെ വെള്ളസംഘാസനും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ചിന്തിക്കും. യന്ത്ര മനുഷ്യൻ ലോകത്തെ നിയന്ത്രിക്കുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇടയ്ക്ക് വിദേശ രാജ്യത്ത് നടന്ന ഒരു സംഭവം കേട്ടത് പ്രകാരം കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിന്, കോവിഡ് രോഗികളെ പരിചരിക്കുന്നതിന്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് മനുഷ്യർക്ക് പേടിയാണ്. പക്ഷേ മൃഗമനുഷ്യൻ, അതാണ് റോബോട്ടിന് കൊടുത്തിരിക്കുന്ന പേര്. മൃഗമനുഷ്യന് ഒരു പേടിയുമില്ല. മൃഗമനുഷ്യൻ റോബോട്ട് അത് ഭംഗിയായി നിവർത്തിക്കുന്നു. എന്താണ്? ഭക്ഷണം പ്ലേറ്റിലെടുത്ത് കൊണ്ടുപോയി രോഗിക്ക് കൊടുക്കുന്നു. റോബോട്ടിന് കോവിഡ് വരികയും ലോകത്തെ നിയന്ത്രിക്കുന്നത് മൃഗമനുഷ്യനായി തീർന്നിരിക്കും. കാരണം മനുഷ്യൻ മനനം ചെയ്യുന്നവൻ ആണ് മനുഷ്യൻ. മനസ്സ് നമ്മളിന്ന് ചിന്ത മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, മതങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് അത് വേണ്ട. മനുഷ്യൻ സൃഷ്ടിച്ച യന്ത്രമനുഷ്യൻ, റോബോട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമുക്കറിയാം, മെട്രോ ട്രെയിൻ സംവിധാനത്തിൽ ടിക്കറ്റ് തരാൻ ആള് വേണ്ട. ചില സ്ഥലങ്ങളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന റോബോട്ടുകളാണ്. ലോകത്തെ യന്ത്രമനുഷ്യൻ നിയന്ത്രിക്കുന്നത് അന്ത്യകാല സംഭവങ്ങളുടെ അഥവാ ലോകാവസാനത്തിന്റെ മാന്യാണെന്ന് വെളിപാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ പറയുന്നതൊക്കെ വെളിപാട് പുസ്തകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഇൻട്രൊഡക്ഷനാണ്. അതിന്റെ 21 അധ്യായങ്ങൾ നമ്മൾ വ്യക്തമായി പഠിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോ സംഭവങ്ങളായി പറയുന്നത് എന്ന് ആമുഖമായി പറഞ്ഞുകൊള്ളുകയും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് മരണത്തെക്കുറിച്ച്, അന്ത്യക്രിസ്തുവിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. സംഖ്യ 666 എന്ന സംഖ്യ മനുഷ്യന് യാതൊരു വിലയുമില്ല എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മരണവും പുനരുത്ഥാനവും സംഭവിച്ച ശേഷം ന്യായവിധിയുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് മരണം? നമുക്ക് പേടിയാണ്. ആരെങ്കിലും മരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടമാണ്. നമ്മുടെ വീട്ടിലെ മരണത്തെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താണ് ഈ മരണം നമുക്ക് പേടിയാവുന്നത്? അത് ബന്ധങ്ങളുടെ, ആത്മബന്ധത്തിന്റെ ബന്ധങ്ങളുടെ ദൃഢത കൊണ്ട് മരണം നമുക്ക് സങ്കടമാകുന്നത്, പേടിയാവുന്നത്. കായംകുളത്തെ കൊച്ചുണ്ണി മരിച്ചു എന്ന് വെച്ചാൽ നമുക്ക് വല്ലതുകൊണ്ടോ? ഒന്നുമില്ല. കായംകുളം കൊച്ചുണ്ണി മരിച്ചു. അപ്പൊ നമ്മുടെ വീട്ടിലെ കൊച്ചുണ്ണി ഇരിക്കട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അറിയുന്ന ഒരു കൊച്ചുണ്ണി മരിച്ചു, അയ്യോ മരിച്ചു. രണ്ടും നടന്നത് ലോകത്തിൽ ഒരു മരണമാണ്. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്ന 3 മരണങ്ങളുണ്ട്. 1 ആത്മമരണം, 2 ശാരീരിക മരണം, 3 നിത്യമായ മരണം. ഇതിനകത്ത് വേദപുസ്തകത്തിനകത്ത് റെഫറൻസ് ഉണ്ട്.
ദൈവബന്ധത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്നതാണ് ആത്മമരണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതാണ് ആത്മമരണം. ദൈവം നമ്മെ സൃഷ്ടിക്കുവാൻ സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ ഇച്ഛയിൽ ആഗ്രഹിച്ചത് ദൈവവുമായി എപ്പോഴും ഒരു ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നാണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ മരണം ഏത് തോട്ടത്തിൽ വെച്ച് സംഭവിച്ചു? അനുസരണക്കേട് മനുഷ്യൻ ഹവ്വയെന്നോ ആദമെന്നോ പറയാം കാണിച്ചപ്പോൾ ദൈവബന്ധത്തിൽ നിന്നുള്ള വിച്ഛേദം സംഭവിച്ചു. ഒന്നാമത്തെ മരണം മനുഷ്യവർഗത്തിന് ഏതൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചു. അങ്ങനെയെങ്കിൽ അത് ദൈവത്തോടുള്ള അനുസരണക്കേടാണെങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒന്നാമത്തെ മരണത്തിന്റെ ഒന്നാമത്തെ തലം എപ്പോഴെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം തുറന്നു വെച്ചിട്ട് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണ്. എപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തിന്റെ ബന്ധത്തിൽ നിന്നും വേർപെട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും നമ്മുടെ ചിന്ത, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പ്രേരണ സംഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ മരണം ഒരു പ്രാവശ്യമല്ല സംഭവിക്കുന്നത്. പിന്നെയോ നിരന്തരം നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നമുക്കാർക്കും മരണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. മരണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ മരണം ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മടക്കി വരുത്തുവാൻ കഴിയാത്ത വിധം ശരീരവും നിശ്ചലമായി തീരുന്നതാണ്. 2 ശമൂവേൽ 14:4, റോമർ 6:23, അതുപോലെ തന്നെ എബ്രായർ 9:27 ഇതിലൊക്കെ പറയുകയാണ്, വായിപ്പിക്കുന്നില്ല. എന്താണ് ഫിസിക്കൽ ഡെത്ത്, ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയും. വൈദ്യശാസ്ത്ര പ്രകാരമുള്ള മരണം. ഒന്നാമത്തെ മരണം എങ്ങനെ സംഭവിക്കുന്നത് അറിയാം? ഇത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ മരണം. രണ്ടാമത്തെ മരണം ക്ലിനിക്കൽ ഡെത്ത്. ഡോക്ടർ പറയും ഞാൻ മരിച്ചുപോയി, ഇവൾ മരിച്ചുപോയി. നമ്മുടെ വീട്ടിൽ ഒരാൾ കളിച്ചു ചിരിച്ചിരുന്നു, പെട്ടെന്ന് ശ്വാസം പോയി, ചലിക്കാൻ കഴിയുന്നില്ല. ചലിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് നിശ്ചലം എന്നാണ്. പക്ഷേ ഡോക്ടർമാർ പറയും മരിച്ചു. ശരീരം ചലിക്കാൻ കഴിയാതിരിക്കുമ്പോഴും മസ്തിഷ്കമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ ശരീരം ഇതിനകത്ത് ജീവനുണ്ടാവും. അപ്പൊ നോക്കണം, തലച്ചോറല്ല മരണത്തിന് ഹേതുവായിട്ടുള്ളത്, ശരീരമല്ല മരണത്തിന് ഹേതുവായിട്ടുള്ളത്, മറ്റെന്തോ ആണ്. അങ്ങനെയാണല്ലോ പറയുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചയാളും ജീവിക്കും, ദിവസങ്ങളോളം ജീവിക്കും. അങ്ങനെയുള്ളവരുടെ അവയവങ്ങളാണ് തീരുന്നത്, താനും ചെയ്യും. അപ്പൊ പിന്നെ മരണം എന്താണ്? അത് ശരിയാണോ? മസ്തിഷ്ക മരണം സംഭവിച്ച ആ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അവയവങ്ങൾ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നു. രണ്ടാമത്തെ മരണമാണ്. മൂന്നാമത്തെ മരണമാണ് നിത്യമരണം എന്ന് പറയുന്നു. മൂന്നാമത്തെ മരണമാണ് നിത്യമരണം. ദൈവത്തിൽ നിന്നും പൂർണ്ണമായി വേർപെട്ടു പോകുന്ന മരണം. ദൈവത്തിൽ നിന്നും പൂർണ്ണമായി വേർപെട്ടു പോകുന്ന മരണം. ആ മരണത്തിലാണ് നന്മ പ്രവർത്തിക്കുന്നവർ മരണശേഷം പറുദീസയിൽ വിശ്രമിച്ചിട്ട് ന്യായവിധിക്കായി മാറ്റപ്പെടുന്നത്. മൂന്നാം മരണം സംഭവിച്ച ശേഷമാണ്. അപ്പൊ ഒറ്റ മരണമല്ല ഉള്ളത്, 3 മരണം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേദപുസ്തകത്തിലും ഇതര മതത്തിലും മതങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മതങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ മരണം ഒരു പ്രശ്നവുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം വേദപുസ്തകത്തിൽ എന്ത് പറയുന്നത് നോക്കാം. വിശുദ്ധ മത്തായി 10:28 ഒരാൾ വായിക്കാം. വിശുദ്ധ മത്തായി 10:28 വാക്യം. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവരെ തന്നെ ഭയപ്പെടുവേൻ. മതി. വെളിപ്പാട് പുസ്തകം 2:11. നീ എന്നെ പാർക്കുന്നു എന്നും നീ സാത്താന്റെ സിംഹാസനം ഉള്ളിടം എന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു.
വെളിപാട് പുസ്തകം 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്ക് പോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ മരണവും രണ്ടാമത്തെ മരണവും നിത്യമരണവും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്ന് പറയിക്കുക വേണ്ടിയാണ്. വീണ്ടും ഒരുപാട് വേദഭാഗങ്ങളുണ്ട്, അതൊന്നും ഞാൻ വായിപ്പിക്കുന്നില്ല. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് മരണം. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ഒരൊറ്റ രീതിയിൽ ഒരാൾ മരിച്ച് കിടക്കുന്നു, പെട്ടിയിലെടുത്ത് വെക്കുന്നു, അച്ഛൻ വരുന്നു, ഉദാശകളൊക്കെ കൊടുക്കുന്നു, ചുമന്നുകൊണ്ട് പോകുന്നു, മണ്ണോട് ചേർത്ത്. അത് കുഴിച്ചിട്ടായാലും ശരി, ദഹിപ്പിക്കുകയായാലും ശരി, ഒഴുക്കിക്കളഞ്ഞാലും ശരി, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മണ്ണിനോട് ചേർക്കുകയും മണ്ണിനോട് ചേർക്കുക. അതാണ് വിശുദ്ധ വേദപുസ്തകം മനുഷ്യനെ കുറിച്ച് നൽകുന്ന തെളിവ്. മണ്ണിൽ നിന്നും മനുഷ്യനെ എടുത്ത് നിർമ്മിച്ചു എന്ന് പറയുന്ന വേദപുസ്തകത്തിന്റെ തെളിവാണ്. മണ്ണിൽ നിന്ന് എടുത്ത മനുഷ്യൻ എന്തിനോട് ചേരും? അവന്റെ ശരീരം മണ്ണോട് ചേരും. ഇത് വേദപുസ്തകത്തിലല്ലാതെ മറ്റൊരു പരാമർശം മനസ്സിലായി? തെളിവ്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് തന്നെ മനുഷ്യനെ മണ്ണിൽ നിന്നും ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ. അതുകൊണ്ട് മണ്ണോട് മണ്ണ് മനുഷ്യൻ. നമ്മുടെ ഈ ശരീരം എന്താണ്? മണ്ണ്. മണ്ണെന്ന് പറഞ്ഞിട്ട് പിക്കാസത്തിൽ ചെന്ന് വെട്ടി ഇത് മണ്ണാണോ എന്ന് മാറ്റിയാൽ നോക്കിക്കളയരുത്. മുറിവ് വരും, അവിടെ സെറ്റിക്കാവും, പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും, കൊറോണ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കൊണ്ടുവരുള്ളൂ. ഇതിന് രൂപഭേദം സംഭവിക്കും. സംഭവിക്കും. അങ്ങനെ ഈ ശരീരം, നമ്മൾ പൗഡറിട്ട് പൂശുന്ന ഈ ശരീരം, ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് ബ്യൂട്ടി പാർലറിൽ പോയി നല്ല വൃത്തികേടാക്കുന്ന പ്രക്രിയ എന്തിലാണ് നമ്മൾ വാങ്ങുന്നത്? മണ്ണിലാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ ശരീരം ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ എങ്ങനെ പറ്റും? ഇതിനകത്തോടുന്ന രക്തം, ധമനികൾ, ഇതിനകത്തോടുന്ന വെള്ളം, രക്തം വെള്ളമാണല്ലോ. ആ വെള്ളം നശിച്ചു കഴിഞ്ഞാൽ ശരീരം അഴുകാനായിട്ട് തുടങ്ങും. ഇപ്പൊ അതൊന്നും വേണ്ട. കൊറോണ ഇവിടെ പുതിയ വകഭേദത്തിൽ അകത്ത് രക്തമോട്ടം ഉള്ളപ്പോൾ തന്നെ ശരീരം കറുക്കുന്നു, അഴുകുന്നു, ഇല്ലേ? കൊണ്ട് നിത്യമല്ല, ഈ ശരീരം നിത്യമല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് മരണം എന്നത് ദൈവത്തോട് ചേരുവാനുള്ള ഒരു ഒന്നാമത്തെ പടിയാണ്. മരണം നോക്കണം. ദൈവത്തോട് ആര് നമ്മെ നിർമ്മിച്ചുവോ, ആ നിർമ്മാതാവായി ആര് നമ്മെ സൃഷ്ടിച്ചുവോ, ആ സൃഷ്ടാവിനോടുകൂടെ ചേരുന്നതിനുള്ള പടിയാണ് മരണം. ചേരുന്ന പടിയാണ്. അപ്പോൾ സന്തോഷമോ സന്താപമോ മരണം എന്ന് പറയുന്നത്, നമ്മൾ പ്രിയനെ പോൽ സുന്ദരൻ ആരെയും ഞാൻ കാണുന്നില്ല, മേലാലും ഞാൻ കാണുന്നു, സുന്ദരന മനോഹരം, അല്ലേ? ആ പാട്ട് നിങ്ങൾക്ക് അറിയാമോ? ഈ പാട്ട് പഠിപ്പിക്കുന്നു, ഇല്ലേ? അപ്പോൾ നമുക്ക് ഈ സുന്ദരനായ ദൈവത്തോടു കൂടെ ചേരുന്ന ആ ഒരു വിശാലമായ പ്രക്രിയയുടെ പേര് മരണമെങ്കിൽ എന്തുകൊണ്ട് മരിച്ചുകൂടാ? എന്തുകൊണ്ട് മരിച്ചുകൂടാ? അതപ്പം പ്രയാസം. ഞാൻ ഒരു കത്തോലിക്ക മതഗ്രന്ഥം, യുഗാന്ത്യ ദൈവശാസ്ത്രത്തിന്റെ ആമുഖം എന്നുള്ള ഒരു കുടുക്കനായ അച്ഛൻ്റെ പുസ്തകമാണ്, ഡോക്ടർ സെബാസ്റ്റ്യൻ ഷാലറ്റ്. അദ്ദേഹം ഈ മരിച്ച ആളുകളുടെ യാത്രയെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം ഈ റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന ഒരു ആളിൻ്റെ പഠനത്തിൽ അദ്ദേഹം മരിച്ച് എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് തിരിച്ചു വന്ന കുറേ ആളുകളുമായി ഇന്റർവ്യൂ നടത്തി. മരിച്ചു മോർച്ചറിയിൽ കൊണ്ടു
രോഗി 3 ദിവസം വെച്ചിരിക്കുകയും അതിനുശേഷം ജീവൻ വെച്ച് തിരികെ വന്ന ആളുകളുമായിട്ടൊക്കെ ചർച്ച നടത്തി. ഇനി കുറേ നാളുകൾക്ക് മുൻപ് ജസ്റ്റിസ് PR കൃഷ്ണയ്യർ അദ്ദേഹത്തിന്റെ ഒരു ലേഖന പരമ്പര മലയാള മനോരമ പത്രത്തിൽ വന്നുകൊണ്ടിരുന്നു. പരിതാത്മാക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രീതിയെക്കുറിച്ച്. ഡോക്ടർ മുരളി കൃഷ്ണയുടെ ഒരു പുസ്തകമുണ്ട്. ഡോക്ടർ മുരളി കൃഷ്ണ DC ബുക്സിൽ അത് വായിക്കാൻ പറ്റും. മരിച്ചവരോട് സംസാരിച്ച അനുഭവങ്ങളെ കുറിച്ച്. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു അനുഭവം പറയാം. ഒരു രോഗി ദീർഘനാളുകൊണ്ട് വലിയ വ്യത്യാസം, അതായത് ആസ്മ പേഷ്യൻ്റായ ഈ രോഗി മരിക്കാൻ ഇനി ജീവിക്കും. കാരണം അവർക്ക് ഈ നെബുലൈസേഷൻ കൊടുക്കും. അതെല്ലാം കൊടുത്തിട്ട് കുറച്ച് സുഖം. വീണ്ടും അവരിങ്ങനെ ഭയങ്കരമായ വലിവ് വരുമ്പോൾ ജനറൽ കമ്മിറ്റിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും. അവർ തന്നെ ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി, ദൈവമേ എന്റെ ജീവനെ അങ്ങ് എടുത്താൽ മതി. അപ്പൊ അവരെ കൊല്ലാൻ പറ്റില്ല, ക്രിസ്ത്യാനി ആയിപ്പോയി. അതുകൊണ്ട് ദയാവധം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അവരിങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുകയാണ്. ഇഞ്ചിഞ്ചായി അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്നിലൂടെയും ആളുകൾ മരിക്കും. അതായത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ എന്നൊരു സാധനം നമ്മൾ തിന്നാറുണ്ടാവും. പെയിൻ കില്ലർ വേദന ഇവിടെ ഫാർമസിക്കാരും നഴ്സിംഗുകാരും ധാരാളം വഴിയാണ്. എന്താണ് ഈ പെയിൻ കില്ലർ? അതിനകത്ത് ഈ പെയിൻ കില്ലർ എന്നുള്ളൊരു വിഷമാണ്. ഈ വിഷം നമ്മളെ മരവിപ്പിക്കും. നമ്മളെ ചിലപ്പോൾ പെയിൻ കില്ലർ 10 പെയിൻ കില്ലർ ഒരുമിച്ച് കഴിച്ചാൽ വലിയ കാര്യം എന്താണെന്ന് അറിയാം. അപ്പോൾ ഈ പെയിൻ കില്ലറിനകത്ത് അല്പമായ വിഷമുണ്ട്, മയക്കുന്ന വിഷം. ഒരുപാട് നമ്മൾ നിത്യമായി മയങ്ങിപ്പോ മയങ്ങിക്കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സംഗതി ഓക്കെയായി. ഇനിയാണ് എൻ്റെ കാര്യത്തിൽ പ്രാക്ടിക്കലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതുപോലെ ഇവർക്ക് ഈ പെയിൻ കില്ലർ കൊടുക്കാന്ന് പറഞ്ഞിട്ട്, കാരണം അവരുടെ ഘട്ടം കണ്ടിട്ട് അവർ സമ്മതിക്കും, എനിക്ക് എൻ്റെ പ്രിയനോട് തന്നെ ചേർന്ന് പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ള പെയിൻ കില്ലറൊന്നും കൊടുക്കില്ല. ഈ രോഗി ക്രിസ്റ്റീന എന്നാണ് അവരുടെ പേര്. ക്രിസ്റ്റീന മരിച്ചു. ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് 3-4 മണിക്കൂർ കഴിക്കേണ്ട ഡെസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഗ്യാസ് കൂടി വന്നാലും ചിലപ്പോൾ അവരെ മരിച്ചെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തിരിച്ചു വരും. ഡോക്ടർമാർ വിധി എഴുതി മരിച്ചു. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർക്ക് ശ്വാസോച്ഛ്വാസം എപ്പോഴാണ് വന്നതെന്നറിയാമോ? ഇവരെ മനോഹരമായി പെട്ടിയിൽ കിടത്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഒരു മണവാട്ടിയെ പോലെ വളരെ വിശേഷ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് കിടത്തി. കറുത്ത വസ്ത്രങ്ങളൊക്കെ എഴുതി പാട്ട് പാടാനായിട്ട് തുടങ്ങി. ഒരുപാട് ആളുകൾ ഒക്കെ വന്ന് കൂടി 5 ചുമലുകളൊക്കെ കൊടുത്ത് വന്നപ്പോൾ അവസാനം അവരുടെ മോള് വന്ന് ഒറ്റ മോളാണ്. മോള് വന്ന് നെറ്റിയിൽ ചുംബിച്ചപ്പോ ക്രിസ്റ്റീന ഉണർന്നൊക്കെ എഴുന്നേറ്റ്. ആളുകളൊന്നും ഒരു പക്ഷേ നമ്മളെവിടെയാണെങ്കിൽ സമൂഹത്തിൽ പേരിച്ചു അതുവരെ കെട്ടിപ്പിടിച്ചോ എന്നെ കൂടെ കൊണ്ടുപോകണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചാടി എഴുന്നേറ്റില്ല എന്റെ സംഭവിക്കുന്നത് പേടിച്ചോ പ്രേതം മനുഷ്യന്റെ മനസ്സെങ്ങനെയൊക്കെ പോകുന്നറിയാം. കാരണം ഇതൊക്കെ നാട് നീങ്ങിയിട്ടാണ് കാര്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചെടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും എഴുന്നേൽക്കുകയാണ്. അമ്മ എഴുന്നേൽക്കും. അപ്പോൾ പുരോഗതി ഡോക്ടേഴ്സ് ന്യായാധിപന്മാരും കൂടി ക്രിസ്റ്റീനയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അവർ പറയുകയും, ഞാൻ രോഗിയായി ആസ്മ അതിഭയങ്കരമായി വന്ന് ഈ രോഗം വിട്ടാൽ മതി, എന്നെ എടുത്തുകൊള്ളണമേ ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ എന്നെ വന്ന് മാലാഖമാർ വന്ന് എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയി. ഞാൻ ചെന്ന് എത്തിയത് പ്രകാശഗോപുരമായ ഒരു സ്ഥലത്താണ്. എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിടെ ദൂതന്മാരുണ്ട്, പാട്ടുകൾ കേൾക്കാം, പാട്ടുപാടുന്നു ഒക്കെയുണ്ട്. അവിടെ കൊണ്ടുപോയി അവിടെ രോഗമൊന്നും
പരിചയമില്ലാത്ത ആളുകൾ പരിചയമുള്ളവരെ കണ്ടു. റൂഫോർഡിനെ കണ്ടു, ഇന്ത്യയാളിനെ കണ്ടു, അവരെ കണ്ടു, ഇവിടെ കണ്ടു, എന്റെ ഭർത്താവിനെ കണ്ടു എന്നൊക്കെ പറയും. ആരൊക്കെയാണ് അവരെ ഇന്റർവ്യൂ ചെയ്തത്? പുരോഹിതന്മാർ, ദൈവശാസ്ത്രജ്ഞന്മാർ, ന്യായാധിപന്മാർ, ഡോക്ടർമാർ. അവരെ കേൾക്കാം. അവർ പോയി തിരിച്ചു വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞു അവിടെ ഒരു വലിയ സന്തോഷം നമുക്ക്. എന്നിട്ട് അവരോട് ചോദിച്ചു, നിനക്ക് ഇവിടെ നിൽക്കണമോ തിരികെ പോകണം? അപ്പൊ അവർ പറഞ്ഞു, ഞാനിവിടെ നിന്നോളാം. ഇവിടെ തന്നെ കാര്യവിചാരകനായ ഒരാൾ അവിടെ പോയി ഇവിടെ ഇപ്പോൾ നിനക്ക് റൂം ഇല്ല, നിനക്ക് റൂമില്ല. അവർ പറയുകയാണ്, റൂഫോർഡ്, എന്റെ ഭർത്താവ് റൂഫോർഡിനടുത്ത് എനിക്ക് റൂം തരാമോ? അതിന് സമയമായിട്ട് അത് പറ്റില്ല. അവർ പറഞ്ഞ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകത്തിൽ. റൂഫോർഡിന്റെ അടുത്ത് റൂം തരാമോ? ഇല്ല. There is no room. സ്പേസ് ആയിട്ട് നിരാശയോടുകൂടെ ക്രിസ്റ്റീന തിരികെ വന്നപ്പോൾ അവരുടെ ശരീരത്തിൽ വീണ്ടും ജീവൻ വന്നു. അവർ എഴുന്നേറ്റ് പറഞ്ഞ കാര്യങ്ങൾ വളരെ രസാവകമായി ചിന്തോതിമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ മനോഹരം അവരോട് ഒരു ശരീരത്തിൽ കിടത്തിയിരിക്കുക, ഒരു പെട്ടിയിൽ കിടത്തിയിരിക്കുക. ഒരുപാട് പേർക്കറിയും എന്തിനാണ് നിങ്ങൾ ഈ നാട്യമുള്ള ശരീരത്തിന് പൂക്കൾ വെച്ചിരിക്കുന്നത്? ലജ്ജ തോന്നി. അങ്ങനെ ചെയ്യാൻ പാടില്ല, കരയാൻ പാടില്ല. കാരണം അത് എവിടേക്കാണോ എത്തുന്നത് അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, എങ്ങനെയാണ് ക്രിസ്റ്റീന അവിടെ എത്തിയത്? അവർ പറഞ്ഞു, പറന്ന് എത്തി. പറന്ന് എത്തി. മരണത്തിന്റെ ഏറ്റവും സന്തോഷമുള്ള അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന മാലാഖമാരുടെ, ദൂതന്മാരുടെ ഒക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മരണം എന്ന് പറയുന്നത് ആത്മാവ് പറന്ന് തന്റെ പ്രിയന്റെ അരികിലേക്ക് എത്തിച്ചേരുന്ന ഒരു അനുഭവമാണ് മരണം. ക്രിസ്ത്യനെ തിരികെ വന്നിട്ട് അവർക്ക് അസുഖമൊന്നുമില്ല. ഡോക്ടർ ചോദിച്ചു, ഇനി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കും? പറഞ്ഞു, എനിക്ക് ജീവിക്കാം. എനിക്ക് ആ സന്തോഷത്തിലേക്ക് പോയാൽ മതി, ആ പ്രത്യാശയിലേക്ക് പോയാൽ മതി. അവിടെയാണ് സന്തോഷം. തിരികെ വന്നതിൽ ഞാൻ വളരെ നിരാശയാണ് എന്ന് പറഞ്ഞ ഇന്റർവ്യൂ അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തിനാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ അവിടെ പോയി സ്ഥലം നിങ്ങളെ അവിടെ ചേർത്ത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കഷ്ടത്തോടും വേദനയോടും ബുദ്ധിമുട്ടോടുകൂടെ ജീവിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ സ്ഥലം ഒരുങ്ങാത്തതുകൊണ്ട്. സ്ഥലം ഒരുങ്ങിയാലോ പ്രിയൻ, നമ്മുടെ രക്ഷകൻ, നമുക്ക് ജീവൻ നൽകിയ ജീവന്റെ ഉടമസ്ഥൻ നമ്മെ വന്ന് വിളിച്ച് അവിടെ ചേർത്തുകൊള്ളുന്ന അനുഭവം. അവിടെ അതിനനുസരിച്ചുള്ള പഠനങ്ങൾ ഇപ്രകാരം പറയുന്നു. ആർക്കാണ് ക്രിസ്റ്റീനയുടെ സാക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനം പറയുകയാണ്? ആർക്കാണ് അവിടെ പ്രവേശനം ഉള്ളത്? ആർക്കാണ് പ്രവേശനം ഉള്ളത്? ക്രിസ്തുവിനാണ്. ക്രിസ്തു പറഞ്ഞിട്ടുള്ള വചനങ്ങളാണ്. ക്രിസ്തുവിന് മുൻപ് പ്രവാചകന്മാരാണ്. എന്താണോ സ്രഷ്ടാവിന്റെ ഇഷ്ടം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച പ്രകാരം ജീവിച്ചവർ മാത്രമാണ് എവിടെ പോകുന്നത്? ഈ സന്തോഷത്തിൽ പറന്നു. അല്ലാത്തവരോ കറങ്ങി ഇവിടെ കിടക്കും. അവർ പോകില്ല. പോകാൻ പറഞ്ഞാലും പോകില്ല. 14 അടിയിൽ നടത്തിയാൽ, 41 നടത്തിയാൽ, 81 നടത്തിയാൽ പോകില്ല. പിന്നെ പോകണമെങ്കിൽ ഒരുപാട് ക്രിയകളൊക്കെ ചെയ്യണം, എങ്കിലും പോകില്ല. പോയിട്ട് വീണ്ടും പല രൂപത്തിൽ വരും. കാക്കകളുടെ രൂപത്തിൽ, മൃഗങ്ങളുടെ രൂപത്തിൽ, അതൊക്കെ വരുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഒരു മതവിശ്വാസം അനുസരിച്ച് നാം
നമ്മുടെ ആത്മാവ് നശിക്കുന്നില്ല. ഈ ആത്മാവ് നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് പോയി നല്ല പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ നല്ല ശരീരം പ്രാപിക്കും. അല്ലെങ്കിൽ പട്ടിയായിട്ട് കറങ്ങി കറങ്ങി നടക്കും, പൂച്ചയായിട്ട് നടക്കും, വേറെ വല്ല മൃഗങ്ങളും പക്ഷികളാണ്. അപ്പൊ ആ വിശ്വാസത്തിലൂടെ പറയുന്നു, നീ അടുത്ത ജന്മത്തിൽ നായാണെങ്കിൽ ഒന്ന് ആലോചിച്ചു, നമ്മൾ നായായിട്ട് നടക്കുന്നുണ്ട്. നല്ല രസമായിരിക്കും. കുടുക്കകളൊക്കെ ചിരിക്കും കൊച്ചുമക്കൾ, അല്ലേ? പട്ടിയിലായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷെ ഇവിടെ പറയുന്നു, ക്ഷണം എന്നത് നമ്മുടെ ഉടയടം വ്യാകരണം നമ്മെ വിളിച്ചു കൊണ്ടുപോകും ശ്രേഷ്ഠകരമായ അനുഭവം. അതുകൊണ്ട് മരണം നല്ലതോ ചീത്തയോ എന്നല്ല, മരിക്കണമോ വേണ്ടയോ എന്നല്ല. എനിക്കും നിങ്ങൾക്കും ഈ ശരീരം നശിക്കുമ്പോൾ, ഈ ശരീരം എന്നിങ്ങനെ നിൽക്കില്ല, എവിടെ പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കർത്താവ് എങ്ങനെ വേണോ ജീവിക്കാം, ചോയ്സ് തന്നിരിക്കും. പക്ഷേ നേരെ ജീവിച്ചില്ലെങ്കിൽ കറങ്ങി കണ്ട വീട്ടിലെ മീന് തിന്നാൻ വേണ്ടി ഓടി നടക്കുന്ന പട്ടിയെ പോലിരിക്കും, പൂച്ചയെ പോലും പോകട്ടെ എന്നൊക്കെ പറയും. അത് കേൾക്കണോ വേണ്ടയോ? ഒരു മതവിശ്വാസം. വേദപുസ്തകം പറയുന്നു, ക്രിസ്ത്യനായുടെ ജീവിതം പറയുന്നു, അവിടെ ചെല്ലുമ്പോൾ തിരികെ വരാതെ പ്രതിഫലം കണ്ടിടുവാൻ യേശുരാജൻ വന്നിടുവാൻ നാളുകൾ നമ്മുടെ അവിടെ ഒരു ചരണമുണ്ട്, തിരികെ വരാതെ നാം നിത്യതയിൽ പറയും അഥോറിറ്റി, നിത്യത. ആ നിത്യതയിൽ മറയുന്ന അനുഭവത്തിന് വേണ്ടിയാണ് ഒരുക്കം. ആ ഒരുക്കം എങ്ങനെയെന്ന് ചോദിച്ചാൽ യേശു കർത്താവിന്റെ ജീവിതം. ആ ഒരുക്കം എങ്ങനെയെന്ന് ചോദിച്ചാൽ യേശുവിന്റെ ജീവിതമാണ്. നിങ്ങളെല്ലാവരും യേശുവിന്റെ ജീവിതം എങ്ങനെയെന്ന് നോക്കണം. എവിടെയാണ് ജനനം? പശുത്തൊട്ടിയിലാണ് ജനനം. നമ്മുടെ ആരെങ്കിലും പശുത്തൊട്ടി ജനിച്ചിട്ടുണ്ടോ? ഇല്ല. പശുത്തൊട്ടിയിലാണ് ജനനം. മരണം എവിടെയാണ്? കാൽവരി ക്രൂശിലാണ് മരണം. മരണത്തിന് മുൻപ് ന്യായം വിധിച്ചു, അടിച്ചു, കുത്തി, ക്രൂശിൽ തറച്ചു, മുൾമുടി വെച്ചു. എന്ത് നല്ല സുഖമാണ് ജീവിതം. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇതിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. പക്ഷെ ആളുകൾ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്, യേശുവിന്റെ അടുത്ത് വന്ന നീ ചോദിക്കണ കാറ് മുതലാണ് നിന്റെ വീട്ടിന്റെ മുമ്പ് കൊണ്ടുവന്നിട്ട് പിന്നെ കാറിന് പോയാൽ മതിയല്ലോ. കാറ് വാങ്ങിച്ച് അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തൊരു സുഖം, പിന്നെ തിരിച്ചടക്കണ്ടല്ലോ. അപ്പൊ നിന്നെ നീ ചോദിക്കണ വീട് നിനക്കില്ല. ദൈവത്തിൽ നീ ചോദിക്കുന്ന പെൺകുട്ടി ഒരു പ്രസക്തിച്ച പേരെന്ന് പറയുന്നു. എത്ര നീളമുള്ള മുടി, പിന്നെ എത്ര നീളമുള്ള തിളങ്ങുന്ന കണ്ണുകൾ, പിന്നെ എവിടെയെല്ലാം തിളങ്ങും ദൈവത്തിനെല്ലാം. അതൊക്കെ ദൈവത്തിന് അങ്ങനെയില്ല. യേശു വിശ്വസിക്കുന്നവർ കിട്ടുന്നത് കാലിക്കൊടുത്തിന്റെ ജനനം, കാലിക്കൊടുക്കുന്ന അതിന് മുമ്പ് വീണ്ടെടുക്കും. അതാണ് നമുക്ക് ഒരുപാട് കഷ്ടങ്ങൾ സാധ്യമില്ല, അല്ലെ? ദുഃഖങ്ങൾ സാധ്യത പ്രിയന്മാരായി. അതുകൊണ്ട് ഈ ഭൂമി നിങ്ങൾക്ക് രോഗമാണ്, നിങ്ങൾക്ക് സങ്കടമാണ്, കഷ്ടതയാണ്, വേദനയാണ്. പേടിക്കേണ്ട. യേശു സഹിച്ച കഷ്ടതയുടെ വേദനയുടെ തുടർച്ച നമ്മൾ അനുഭവിക്കുകയാണ്. അതിന്റെ അർത്ഥം, ഇതിന്റെ അന്തം യേശുവോടൊത്ത് നിത്യമായ സന്തോഷം, സ്വർഗീയമായ സന്തോഷം നമ്മൾ അനുഭവിക്കും. ആ അനുഭവത്തിലേക്ക് അന്ത്യനാളുകൾ നമ്മൾ കൊണ്ടുവന്നെത്തിക്കും. നാളുകൾ സമാഗമമായി അതിനുവേണ്ടി നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് കർത്താവിന് ഇഷ്ടമുള്ളതാക്കാം, വേദപുസ്തകരക്ഷിതമാക്കാം, ദൈവാത്മാവിനാൽ നടത്തുന്നതാക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുന്നതാണ്. പ്രാർത്ഥന നാം കേട്ട വചനത്തിന് ധ്യാനിക്കും. മരണം ഒരിക്കലും പാതാളത്തിലേക്കുള്ള യാത്ര, മറിച്ച് പ്രിയനോട് ചെയ്യുവാനുള്ള
ഒരു യാത്ര. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് ചേരുവാൻ ലയിക്കുവാൻ ഒരു മഹാധാരണമാണ്. ആ ജീവിതത്തിലേക്ക്, ജീവിത സൗഭാഗ്യത്തിലേക്ക് ഒരുങ്ങുവാൻ എനിക്ക് താല്പര്യം. എങ്കിൽ ഈ വചനം കേൾക്കണം. കർത്താവേ, എന്റെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടപ്രകാരമാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, എന്നെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? എന്നെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുമോ? എന്നെ അങ്ങ് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? മരണം മായാത്തയിടത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അത്ഭുത യാത്ര. അത് ശ്രദ്ധിച്ച ശ്രദ്ധാപൂർവ്വം. അതുകൊണ്ട് കർത്താവ് നമ്മോട് ചോദിക്കും, നിന്റെ ജീവിതം ശുദ്ധിയുണ്ടോ? നമുക്ക് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 176 ഗീതം വളരെ മനോഹരമായ അർത്ഥപ്രകാരം ശുദ്ധിക്കാം യേശു സമീപം പോയി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ആ ഗാനം ഗായക സംഘത്തോടൊപ്പം ചേർന്ന് നമുക്ക് പാടാനായിട്ട് ശ്രമിക്കാം. യേശു നിങ്ങളെ കാണും. ശുദ്ധിക്കാം യേശു സമീപം പോയി
എത്രയോ തവണ നീ തീരുമാനമെടുത്തു എന്റെ ശരീരം അശുദ്ധിയിലേക്ക് പോകുകയില്ല എന്ന്. നീ വീണ്ടും വീണ്ടും അശുദ്ധിയിലേക്ക് പോകുന്നത് കൊണ്ട് ദൈവാത്മാവിനെ നിന്നെ നിയന്ത്രിക്കുവാൻ കഴിയും. എന്റെ കുടുംബജീവിതം സമാധാനമായി തീരും. നിനക്ക് സൗഖ്യം തരുവാൻ നിന്റെ അരികിൽ വന്ന യേശു മുഖം മറച്ച് തിരികട്ടെ. നിന്റെ സ്വാർത്ഥത, നിന്റെ അഹങ്കാരം, നിന്റെ ജീവിതത്തിലെ അഴുക്ക് മാറ്റിക്കളഞ്ഞിട്ടില്ല. യേശു പറയും, നീ കണ്ണീരോട് യാചിക്കുന്ന വിഷയത്തിന് ഞാൻ ഉത്തരം തരാം. പക്ഷെ നീ വചനപ്രകാരം നടക്കണം. എന്റെ ഇഷ്ടത്തിന് നീ ജീവിക്കണം. നിനക്ക് 1, 2 മരണം സംഭവിച്ചിരിക്കുക. നീ അനുദിനം 1-ാമത്തെ മരണത്തിൽ നീ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ ആ ഇഷ്ടം വരണമാണ്. കർത്താവേ, എന്നെ ഇതാ സമർപ്പിക്കുന്നു, എന്നെ ഇതാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു എന്ന് ആർക്ക് പറയാൻ കഴിയും? ആർക്ക് ധൈര്യത്തോട് പറയാൻ കഴിയും? എങ്കിൽ ഇതാ നിങ്ങൾക്ക് സമാധാനം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. താങ്ക് യു ജീസസ്. യേശുവേ സ്തോത്രം. അങ്ങനെ നിങ്ങളെ കാണുന്നത് വിളിക്കാൻ ഈ പ്രിയമുള്ളവരുടെ സങ്കടങ്ങൾ അങ്ങ് കാണുന്നത് വിളിക്കാൻ അവരോട് സംസാരിക്കുന്നതിനായി എന്റെ ജീവിതത്തിൽ വിശ്വസിക്കാം. ഓ, പലരും പറയും ഞാനെത്ര വിചാരിച്ചിട്ടും എന്നെ മാറ്റാൻ കഴിയും. നീ മാറും. ആരും നിന്നെ കാണുന്നില്ല എന്ന് ചിന്തിക്കുമ്പോ യേശു നിന്നെ കാണുന്നു. അവന്റെ കയ്യിൽ ഒരു വലിയ ചിപ്പുണ്ട്. നിന്റെ നിരൂപണങ്ങൾ, ഹൃദയാന്തഭാഗത്തിലെ നിരൂപണങ്ങൾ അവിടത്തേക്ക് അറിയാം. അവൻ നിന്നെ അനുഗ്രഹിക്കുകയില്ലേ? അനുഗ്രഹിക്കാം. പ്രിയമുള്ളവർ, സങ്കടത്തോടെ വ്യതയോടെ കണ്ണീരോടെ അവിടുത്തെ ആലയത്തിലായിരിക്കും. അവരോട് ചോദിക്കും, നിനക്ക് സൗഖ്യമാകാൻ എന്റെ ഭാവങ്ങൾക്ക് ഉപേക്ഷിക്കും, വചനപ്രകാരം ജീവിക്കും. എന്നോട് പറയുന്ന ശബ്ദം കേട്ടു അവർ യഥാസ്ഥാനപ്പെട്ടു. അവരുടെ ആവശ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ വിവാഹം എങ്ങനെ ഭയപ്പെടുന്നവരോടുകൂടെ ഞാൻ വിദ്യാഭ്യാസം എങ്ങനെ നടത്തുമെന്ന് ചിന്തിക്കും. നീ ഭയപ്പെടേണ്ടത് എന്നോടുകൂടെ ഞാനുണ്ട്. യാത്ര നീ എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിക്കും. ഭയപ്പെടേണ്ടത് എന്നോടുകൂടെ ഞാനുണ്ട്. നീ ആഗ്രഹിക്കുന്ന ജോലി കിട്ടുമോ എന്നോ അങ്ങേറ്റത്തിലിട്ട് ഞാൻ താഴ്ന്നു പോകുമോ എന്ന് ചിന്തിക്കുമ്പോ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ എന്ന് പറയുന്ന യേശുവിന്റെ ശബ്ദം കേട്ടു ഞാൻ പോകും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം